എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും സീനിയർ ജഡ്ജായിരുന്ന ശ്രീ KT ശങ്കരൻ ഈ വിഷയത്തിൽ അന്വേഷിക്കുകയാണ്. അതിന് ദേവസ്വം വിജിലൻസും ഗവൺമെന്റും പോലീസ് സംവിധാനവും എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയാണ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. 1999 വിജയ് മല്യ ശബരിമലയുടെ ശ്രീകോവിലും അതുപോലെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം സ്വർണം പൂശി എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ വാർത്തകളെല്ലാം പുറത്തു വന്നു. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷം? അപ്പോ അതിലൊരു സംശയം എന്ന രൂപത്തിൽ നിലനിന്നത് ഇത് ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന്റെ കാര്യത്തിൽ ക്ലാഡഡ് ആണെങ്കിൽ വളരെ നേർത്ത പാളി അതിലേക്ക് പതിപ്പിക്കുകയാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ അത് മുഴുവൻ സ്വർണം പൂശുകയാണ്. ഒരിക്കൽ സ്വർണം പൂശിയാൽ പിന്നെ വീണ്ടും പൂശേണ്ട ഒരു സാധ്യത ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പൊ ഈ കമ്പനി പറയുന്നത് ഒരിക്കൽ പൂശിയതാണെങ്കിൽ പിന്നീട് പൂശേണ്ട കാര്യമില്ല എന്നതാണ്. ക്ലാഡഡ് ആണെങ്കിൽ അതിന്റെ ആ നേർത്ത പാളി അഴിച്ചു വെച്ച് അതിന്റെ ഉള്ളിലുള്ള ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ പൂർണ്ണമായിട്ടും കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. ക്ലാഡഡ് ആണെങ്കിൽ വേർതിരിക്കൽ പ്രയാസമാണ്. കാരണം സ്വർണം ചെമ്പിൽ ക്ലാഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈഗ്രേറ്റ് ചെയ്യും. 50% മൈഗ്രേറ്റ് ചെയ്യും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഒരു കാരണവശാലും അത് വേർതിരിക്കാൻ കഴിയില്ല. ഇനി 50% അങ്ങനെ വേർതിരിച്ചതാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാലത്ത് ക്ലാഡ് ചെയ്തതോ പ്ലേറ്റ് ചെയ്തതോ ആയ ഒരു മെറ്റൽ ഒരു കാരണവശാലും സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റെടുക്കില്ല. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പ്രദീപ് പറഞ്ഞ പോലെ അവിടെ എത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ മാത്രമാണ്. സ്വർണ്ണാംശമില്ലാത്ത മറ്റൊരു ലോഹത്തിന്റെ അംശമില്ലാത്ത ചെമ്പുപാളികൾ മാത്രമാണ്. ഇത് പുലിവാലാവട്ടെ അംസക്ക, നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന ഈ സ്വർണം ക്ലാഡ് ചെയ്ത് സ്വർണം പതിച്ച അവിടെ നിന്ന് സ്പോൺസർ കൊണ്ടുപോയ ആ ചെമ്പുപാളികൾ എവിടെ? ആ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എവിടെ? അതാണ് സംസാരിച്ചു വരുന്നത്. ഇപ്പോ സ്വർണം ക്ലാഡഡ് ആയാലും സ്വർണം പ്ലേറ്റഡ് ആയാലും ആ സ്വർണം വീണ്ടും അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒന്ന് ശബരിമലയുടെ പ്രമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അവിടുത്തെ മാനുവൽ പ്രകാരം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് നിയമാനുസൃതവും ശാസ്ത്രവിധി അനുസരിച്ചിട്ട് ചെയ്യണം എന്നതാണ്. അത് ശരിക്കും ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ മാത്രമേ ഇത് പുറത്ത് കൊണ്ടുപോയാൽ തന്നെ കൊണ്ടുപോകാൻ പറ്റൂ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? മാനുവൽ പ്രകാരം കൊണ്ടുപോകാൻ പറ്റില്ല. അത്തരത്തിൽ ഉള്ള ഒരു ഉരുപ്പടി കൊണ്ടുപോകുന്നു. പക്ഷേ മകസർ തയ്യാറാക്കുമ്പോൾ അതിൽ ചെമ്പുപാളി എന്ന് തന്നെയാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാഡഡ് ആയ അല്ലെങ്കിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള ദ്വാരപാലക ശില്പം തന്നെയാണോ കൊണ്ടുപോയത്, അല്ലെങ്കിൽ അത് എവിടെ എന്ന ചോദ്യം വളരെ ഗൗരവമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് പൊതുസമൂഹത്തിൽ. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് അംഗീകരിച്ച് പുറത്തിറക്കിയ ഉത്തരവാണ് ഞാൻ നേരത്തെ വായിച്ചത്. അതായത് ദേവസ്വം ബോർഡ് യോഗം അംഗീകരിച്ച ഉത്തരവ്. ആ ബോർഡിന്റെ ഉത്തരവിലും പറയുന്ന ചെമ്പുപാളി എന്നാണ്. മഹസർ എഴുതിയ ഉദ്യോഗസ്ഥന് മാത്രമല്ല വീഴ്ച. അപ്പൊ ബോർഡ് യോഗം കൂടി അംഗീകരിച്ചിരിക്കുന്നത് ഇത് ചെമ്പുപാളി എന്ന. ആരാണ് അന്ന് സ്വർണം പൊതിഞ്ഞ ഈ ചെമ്പുപാളികളെ ചെമ്പാക്കി മാറ്റിയത്? ചെമ്പാക്കി മാറ്റി ഊരിക്കൊടുത്തത് ആരുടെ താല്പര്യപ്രകാരമാണ്? അതല്ലേ പ്രധാനം? 2018 വിഷ്വൽസ് ഇപ്പൊ ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാം കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും വലിയ ഈ പറയുന്നത് പോലെ ചെമ്പായ രീതിയിൽ സ്വർണ്ണമൊന്നും പോയിട്ടില്ല. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നു. രണ്ട്, വളരെ ആദരവോടെ ബഹുമാനത്തോടൊരു കാര്യം ചോദിക്കട്ടെ. 2018 ശബരിമലക്കെതിരായ വിധി വന്നത്. ഞങ്ങളടക്കമുള്ള സാധാരണ ഭക്തർ പ്രക്ഷോഭത്തിന്റെ പാതയിലും അടികൊള്ളുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും കോടതി കയറി ഇറങ്ങുമ്പോഴും കൂടുതൽ ശബരിമലയെ സുപ്രീം കോടതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കാശുണ്ടാക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ അയ്യപ്പന്റെ സാധനം വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുമായിരുന്നു എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇനി ഇങ്ങനെയൊക്കെ പാടില്ല. 2019 കാലഘട്ടം വളരെ പ്രസക്തമാണ്. ഇവിടെ പ്രക്ഷോഭങ്ങൾ ഏറ്റവും കൊടുമ്പിരി കൊള്ളുകയാണ്. 4-1 സുപ്രീം കോടതിയുടെ തെറ്റായ വിധി എന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ വരെ അംഗീകരിക്കുന്ന വിധിക്കെതിരെ ഞങ്ങൾ തെരുവിൽ പോരാടുമ്പോ അവിടെ ചില ആൾക്കാർ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റി കാശുണ്ടാക്കാൻ നോക്കുകയായിരുന്നില്ലേ? ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇനി 3, ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ ഇത് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്നത് മറ്റൊരു വിഷയം. പക്ഷേ ഇത് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്നതിന്റെ അടുത്ത ലെവലിൽ പോയി. ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ടൊരു ഭക്തൻ എന്ന രീതിയിൽ പറയുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കേസ് നടപടികൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. എന്നാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന വരുള്ളൂ. ടെൻഷൻ കാരണം
എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ട. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം? ശബരിമലയിൽ നിന്നെടുത്ത കാര്യങ്ങൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയിട്ടില്ല. ഈ 39 ദിവസത്തെ കാലതാമസം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. കാര്യം ഈ 39 ദിവസം കൊണ്ട് വേറൊരു മോൾഡ് ഉണ്ടാക്കുകയാണ്. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ചെമ്പിൽ വേറൊരു മോൾഡ് ഉണ്ടാക്കുകയാണ്. ഇത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്ത എഴുത്തിൽ അത് ചെമ്പാണെന്ന് ദേവസ്വം ബോർഡ് എടുത്തെഴുതുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അത് പാളികളിൽ നിന്ന് മാത്രം എഴുതിയാൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് അയ്യപ്പന്റെ കളിയാണ്. അവൻ പറഞ്ഞ നേരാ. അത് അയ്യപ്പൻ അവരെ കൊണ്ട് ചെമ്പെന്ന് എഴുതിച്ചത്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും മാത്രം കുറ്റം ചാർത്തി ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏതായാലും വലിയ മാനക്കട. അതായത് ഈ 39 ദിവസം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വേറൊരു മോൾഡ് ഉണ്ടാക്കി. ആ മോൾഡ് സ്മാർട്ട് ക്രിയേഷൻസിലെത്തി. അപ്പൊ 2 ചോദ്യങ്ങൾ. ഓൾറെഡി ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? അവിടെ എന്തുവാണ് അവിടെ ചൂടുന്നത്? ശബരിമലയിലെ ദ്വാരപാലകരുടെ ഒറിജിനൽ ചെമ്പിലെ സ്വർണ്ണപ്പാളികൾ നമുക്ക് എവിടെ നഷ്ടമായി? അത് വിറ്റോ? അത് ബാക്കി ആരുടെങ്കിലും വീട്ടിലാണോ? ബാക്കി ആർക്കെങ്കിലും കൊടുത്തോ? അതിന്റെ എന്ത് ചെയ്തു എന്നറിയില്ല. അതിൽ ദേവസ്വം ബോർഡിന് ബന്ധമുണ്ടോ? കാര്യം ദേവസ്വം ബോർഡ് ചെമ്പെന്ന് എഴുതിയിരിക്കുന്നത് ആണെങ്കിൽ അത് മനഃപൂർവ്വം രേഖ ഉണ്ടാക്കലാണ്, കോൺസ്പിറസിയാണ്. ഞാനിനി എന്ത് ചെയ്യും? അതുകൊണ്ട് ഇത് വീഴ്ചയൊന്നുമല്ല. പ്രശാന്തി എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ പ്രശാന്തി പറയുന്നത് പോലെ വീഴ്ചയൊന്നുമല്ല. ഇതൊരു ക്രിമിനൽ കോൺസ്പിറസിയാണ്, കളവാണ്, മോഷണമാണ്, അടിച്ചുമാറ്റലാണ്. പിന്നല്ലാതെ അതിന് പോലീസ് ആക്ഷൻ ഉണ്ടാകണം. ആ പോലീസ് ആക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നടത്തുമെന്ന് നമുക്കറിയാം. ഹൈക്കോടതി അടക്കമുള്ളവർ ശ്രദ്ധിച്ച് പോലീസ് ആക്ഷൻ എടുക്കുകയും അറസ്റ്റ് ഉണ്ടാകുകയും വേണം. അപ്പോ ഇത് സഖാവ് അരുൺകുമാർ കാണുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടമാണ്, ആദരവാണ്. അദ്ദേഹം സത്യസന്ധനാണെന്ന് എനിക്കറിയാം. പക്ഷേ കള്ളം ചെയ്തവർക്ക് കൂട്ടു നിൽക്കരുത്. ചരിത്രം അങ്ങനെ വിലയിരുത്തുന്ന കാര്യം മറക്കരുത്. അതായത് 2 വാദങ്ങളുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി ചെമ്പാണോ സ്വർണമാണോ എന്നൊന്നും അറിയില്ല എന്നൊന്നും പറയരുത്. ഇത് സ്വർണമാണെന്ന് കണ്ണുള്ള ഏതൊരുത്തരും കണ്ടാൽ അറിയാം. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. അതായത് ഇത് ഗോൾഡ് ക്ലാഡഡ് തന്നെയാണ്. 2013 അടക്കമുള്ള വിഷ്വൽസ് ഉണ്ട്. ഇനി ഇതുവരെ ഇതൊരു വീഴ്ചയാണ് എന്ന രീതിയിലാണ് ആൾക്കാർ കണ്ടത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ്. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പറഞ്ഞ പോലെ ഇതുവരെ നമ്മൾ എറർ ആണോ എന്നാണ് സംശയിച്ചത്. ഇപ്പോൾ നമ്മൾ മോഷണമാണോ എന്നാണ് സംശയിക്കുന്നത്. ഇനി 2 ചില ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കൊണ്ടുപോയ പാളികളല്ല തിരിച്ചു കൊണ്ടുവന്നത്, പുതിയ പാളികളാണെന്നാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ശ്രീരാംപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഇത് കൊണ്ടുപോവുകയും ഹൈദരാബാദിലും ചെന്നൈയിൽ വെച്ച് പുതിയ ചെമ്പ് പാളികൾ നിർമ്മിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടിരുന്ന വിവരം. ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ആര് അധികാരം നൽകി ആ അല്ലെങ്കിൽ ആ സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ മാറ്റാൻ? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? 2 കാര്യങ്ങളിൽ ആർക്ക് സംശയം വേണ്ട. ഒന്ന്, 1998-99 കാലങ്ങളിൽ 30.3 കിലോഗ്രാം സ്വർണം ശബരിമലയിൽ പതിച്ച് പൂശിയ കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാർക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. 2013 കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാരുടെ ചെമ്പിന് മേൽ സ്വർണം പതിച്ചിരുന്നു. ആ സ്വർണം എവിടെയെന്ന് ഒരൊറ്റ ചോദ്യമേ എങ്ങനെയെങ്കിലും ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ഇതിൽ തന്ത്രിയോ പൂജാരിയോ മേശാന്തിമാർക്കോ അല്ല, ദേവസ്വം ബോർഡിനാണ് റെസ്പോൺസിബിലിറ്റി. ഓർക്കുക, പൂജ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി അവസാന വാക്ക്. അതിന്റെ അറ്റകുറ്റപ്പണികളിൽ തന്ത്രി അല്ല അവസാന വാക്ക്. അത് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ല. അതായത് ഏത് അമ്പലത്തിലും റിച്വലിസ്റ്റിക് ഹെഡാണ്, ദേവന്റെ പിതാവാണ്, DTയുടെ അച്ഛനാണ് തന്ത്രി. തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ പരമാധികാരമേ ഉള്ളൂ. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അറ്റകുറ്റപ്പണിയിൽ തന്ത്രിക്കല്ല പരമാധികാരം. ആ പരമാധികാരമുള്ള ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരം പറഞ്ഞേ പറ്റൂ. നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ അമ്പലക്കള്ളനോ അമ്പലം വിഴുങ്ങിയെന്നോ ഒന്നും വിളിക്കുന്നില്ല. അത് വളരെ കടുത്തൊരു വാക്കാണ്. കേൾക്കുമ്പോ എനിക്ക് പോലും വിഷമമാണ്. പക്ഷെ ആ സ്വർണം പതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എവിടെയെന്നുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. അതിപ്പോ എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? വണ്ടി ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി
താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.